കഴിഞ്ഞ ദിവസമാണ്, ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം മെഗാ തൊഴിൽ മേള ആലപ്പുഴയിൽ നടന്നത്. അതൊരു വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന ചില വിവരങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ആലപ്പുഴ SD കോളേജിലാണ് ആ പരിപാടി മെഗാ തൊഴിൽ മേള കഴിഞ്ഞ ആഴ്ച നടന്നത് തന്നെ. അതെ, 2000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതിയതെങ്കിലും 3743 പേരാണ് ഇപ്പോൾ കമ്പനികളുടെ ജോലിക്കായുള്ള വന്നത്. 2000 പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത്. അത്രയും കിട്ടിയില്ല എന്ന് പറയാൻ വരുന്നത്. അല്ലല്ല, 3743 പേർക്ക് കിട്ടി എന്നാണ്. 1743 പേർ അധികമുണ്ട്. അല്ല, ഞാനത് ഓർക്കാൻ കാര്യം, അന്ന് ഞാൻ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അന്ന് ആലപ്പുഴയിൽ ഈ വിജ്ഞാന കേരളം എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക്കാണ്, മുൻ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് തന്നെ 2000 പേർക്ക് ഈ മെഗാ തൊഴിൽ മേളയിലൂടെ നമ്മൾ തൊഴിൽ കൊടുക്കും, ജോബ് ഓഫർ ലെറ്റർ ലഭിക്കും. മെയ് മാസത്തിനുള്ളിൽ 25,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന നിലയിലേക്ക് മെഗാ തൊഴിൽ മേള സ്റ്റേറ്റിലുടനീളം എല്ലാ ജില്ലയിലും ഉണ്ടാകും. അടുത്ത ഓഗസ്റ്റിനുള്ളിൽ 5 ലക്ഷം പേർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന ഒരു വിപുലമായ പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ സാന്ദർഭികമായി ഓർത്തതാണ്. ഷാജഹാൻ ചേരുന്നുണ്ട് അല്ലേ നമ്മൾക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷാജഹാൻ. ഈ തോമസ് ഐസക് ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞതിന് ഷാജഹാൻ സാക്ഷിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജഹാന് ബാക്കി കാര്യങ്ങൾ കാര്യമായിട്ട് അറിയാം. ആ തൊഴിൽമേള സംഘാടകർ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് വിജയകരമായി പോയി എന്നാണോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഷാജഹാൻ? തീർച്ചയായിട്ടും ശരത്ത്, നമുക്കറിയാം, ശരത്ത് അന്ന് ഐസക് സാറിനോട് ചോദിച്ചിരുന്നു. ഐസക് സാർ ഇതിനു മുമ്പ് കൊണ്ടുവന്ന ചില പദ്ധതികളൊക്കെ ആദ്യം കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം അതിനെ എതിർത്തിരുന്നു. കിഫ് അടക്കമുള്ള പദ്ധതികൾ ശരത്ത് അന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അന്ന് സാറത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് അതൊക്കെ വളരെ വലിയ ഒരു വിജയത്തിലേക്ക്, സർക്കാരിനെ തന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഐസക് സാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടന്നത്. പക്ഷേ അത് വളരെ വിജയത്തിലേക്ക് പോയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഐസക് സാർ നമ്മോട് അന്ന് സൂചിപ്പിച്ചത് ഏതാണ്ട് 2000-ഓളം പേർക്ക് ഇന്ന് തന്നെ ജോലി കിട്ടുമെന്നാണ് സാറ് പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് 150 കമ്പനികൾ ആ മേളയിൽ പങ്കെടുത്തു. ഏതാണ്ട് 8,000-ത്തിലധികം തൊഴിലന്വേഷകർ, അതായത് യുവാക്കളായിട്ടുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ളവർ പങ്കെടുത്തു. അതിൽ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കമ്പനികൾക്കും ആവശ്യത്തിന് ഏത് തരത്തിൽ വിദ്യാഭ്യാസമുള്ളവരെ വേണോ അതോ മറ്റ് വിദ്യാഭ്യാസം കുറഞ്ഞ ജോലികൾക്ക് ആവശ്യമുണ്ട്, ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ളവർക്കെല്ലാം ജോലി ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ വിജയമായി പോയി. കാര്യം 2000 എന്ന് പറഞ്ഞിട്ട് 3746 പേർക്കോളം ഇപ്പോൾ സാധ്യതാ ലിസ്റ്റിൽ വന്നു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 300 പേർക്ക് ജോലി ലഭിച്ചവരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവരെ യാത്രയയപ്പ് നൽകി ചെന്നൈയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വിടുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിച്ചു. അത്രത്തോളം വളരെ വലിയ ഒരു വിജയമായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത്. എന്തായാലും 3-4 മാസത്തിനുള്ളിൽ ഏതാണ്ട് 25,000 പേർക്ക് തൊഴിൽ നൽകുമെന്നാണ് ഐസക് സാർ കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് തൊഴിൽ നൽകും, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകും. അതിന് ആവശ്യമായിട്ടുള്ള കമ്പനികളൊക്കെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം സമാനമായ സംഭവങ്ങളൊക്കെ തന്നെ വിലയിരുത്തി സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിപ്പോൾ തൊഴിലില്ല എന്ന പേരിൽ പലരും നാടുവിട്ടു പോകുന്നു. ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ യുവാക്കളെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ തൊഴിലുമായിട്ട് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരത്, ശരി, ഏറ്റവും നല്ല ഒരു ആശയം, അതിൻ്റെ നല്ല മുന്നോട്ട് പോക്ക്, നല്ല റിസൾട്ട്. അതെ, റിസൾട്ട് വളരെ വേഗം ഉണ്ടാകുന്നു എന്നതാണ്. ഇത്രയും ദിവസത്തിനകം തന്നെ 300 പേർക്ക്, 3000-ൽ പരം പേർക്ക് അവരെ സാധ്യതാ പട്ടികയിൽ വന്നു. അവർക്ക് ജോബ് ഓഫർ ഉടൻ ലഭിക്കുന്ന സാഹചര്യം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒറ്റ ദിവസത്തെ മെഗാ തൊഴിൽ മേള. 300 പേര് തിരഞ്ഞെടുത്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ക്ലിയറായി. അപ്പോൾ ഷാജഹാനാണ് ഈ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.